വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അവിടെ സത്യഭാമയുടെ വീട്ടിൽ ഭാമയാണെങ്കിൽ പിള്ളയോട് ഇങ്ങനെ കണക്കുകളൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം മുതലും പലിശയും ഒക്കെ കറക്റ്റായിട്ട് ശിവൻകുഞ്ഞ് വന്നതിന് ശേഷം കിട്ടുന്നുണ്ട്. വിഷ്ണു കുഞ്ഞുള്ളതുപോലെ എന്നിങ്ങനെ പറയുമ്പോൾ ഭാമയുടെ മുഖത്ത് ചെറുതായിട്ടൊരു വിഷമം വരുന്നുണ്ട്. അതേസമയം അകത്ത് പൊന്നിയാണെങ്കിൽ ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ കാണുകയാണ്. അന്നേരം പൊന്നി ആകെ ഇങ്ങനെ അമ്പരന്നിട്ട് സത്യാമ്മ മൊബൈലിലൊരു വാർത്ത വന്നിരിക്കുന്നു ചോദിക്കുമ്പോൾ, വാർത്തയോ, എന്ത് വാർത്ത, ആരെക്കുറിച്ചാണ് ചോദിക്കുമ്പോൾ അത് ശിവൻകുഞ്ഞിനെയും ശാലിനി കുഞ്ഞിനെയും കുറിച്ച് എന്ന് പറയുമ്പോൾ അവരെക്കുറിച്ചോ, എന്ത് വാർത്ത, ഇത് സത്യമാണോ ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് കാണിച്ചാട്ടെ എന്ന് പറയുകയാണ്. തുടർന്ന് ആ ഒരു വീഡിയോ ഓണാക്കി ഭാമയുടെ മുന്നിലേക്ക് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് മാലയിട്ട് ഇറങ്ങി വരുന്നതും ആ ഒരു യൂട്യൂബ് പറയുന്ന കള്ളത്തരങ്ങളൊക്കെ ഇങ്ങനെ ഭാമയങ്ങ് ആകെ വിശ്വസിച്ച് ചാടി ഇങ്ങോട്ട് എഴുന്നേക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു, അപ്പോൾ അവൻ എന്നെ ചതിക്കുകയായിരുന്നല്ലേ, ഇതിപ്പോൾ എന്താണെന്നൊക്കെ പറയുകയാണ്. അന്നേരം പിള്ള പറയുന്നുണ്ട് ഞാനൊന്ന് നോക്കട്ടെ സത്യാമ്മയെന്ന് പറയുകയാണ്. അന്നേരം പിള്ളയും എടുത്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് മൊബൈലിൽ വരുന്ന വാർത്തയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, എല്ലാം മിക്കതും ശുദ്ധ തട്ടിപ്പായിരിക്കും എന്ന് പറയുന്നുണ്ട്. അന്നേരം തട്ടിപ്പായിട്ടാണ് അവർ പൂമാലയൊക്കെ ഇട്ട് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പോൾ അവൻ ഇവിടെ വന്നത് മനഃപൂർവ്വമാണല്ലേ ജോലിക്ക് വന്നത്, ഇതിപ്പോൾ നാണക്കേടായല്ലോ, എൻ്റെ മോൻ വിഷ്ണുവിനെ ചതിക്കാനായിട്ട് അവൾക്ക് എങ്ങനെ മനസ്സ് വന്നു, ഇപ്പോൾ ഡ്രൈവറെ കിട്ടിയ കളക്ടറുടെ കഥ നാട് മുഴുവൻ പാട്ടായി കാണും, ഞാൻ എങ്ങനെ നാട്ടിലിറങ്ങി നടക്കുക, എൻ്റെ കുടുംബം അവൾ നശിപ്പിച്ചു എന്നും പറഞ്ഞ് ഫാമ എങ്ങനെ ആകെ ദേഷ്യത്തിലാണ്. അന്നേരം അവരിങ്ങോട്ട് വരട്ടെ, സത്യാവസ്ഥ ചോദിച്ചറിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് തീരുമാനിക്കാമെന്നൊക്കെ പിള്ള പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ പിന്നെ ഇത് ഇനി തീരുമാനിക്കാനൊന്നുമില്ല, ഇതൊക്കെ കാണിക്കുന്നത് സത്യം തന്നെയാണ്, ഇനിയിപ്പോൾ അവളെ ഞാൻ എൻ്റെ മോളെ പോലെയാണ് സ്നേഹിച്ചത്, മരുമകളായിട്ടല്ല, അവനെ ഞാൻ എൻ്റെ മകനെ പോലെയാണ് സ്നേഹിച്ചത് എന്ന് പറഞ്ഞിട്ട് ഫാമയങ്ങകത്തേക്ക് പോകാൻ തുടങ്ങുന്നുണ്ട്. അന്നേരവും പിള്ള ഇങ്ങനെ സത്യമ്മ ഒന്നുകൂടി എന്നൊക്കെ പറയുമ്പോൾ താൻ കുറേ നേരമായിട്ട് ഒത്താശ ചെയ്യുന്നല്ലോ അവർക്ക്, താനാണോ അവർക്ക് അവരെ ന്യായീകരിക്കുന്നല്ലോ, അവർക്ക് ഒത്താശ ചെയ്തു കൊടുത്തത് താനാണോ എന്നൊക്കെ ചോദിക്കുന്നു. ഒന്നിനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഇതാണ്, എന്തായാലും അവളെ രണ്ടും കൂടി വരട്ടെ, എന്തായാലും എൻ്റെ വീട്ടിൽ അവളെ ഞാൻ കേട്ടില്ല, അത്രത്തോളം ഞാൻ അവളെ വിശ്വസിച്ചു, എൻ്റെ മോനെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞു ഫാമ ആകെ ദേഷ്യത്തിൽ, എനിക്കിനി ജീവിക്കേണ്ട, ഞാൻ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും, എൻ്റെ കുടുംബം നശിച്ചു എന്നൊക്കെ പറഞ്ഞ് ഫാമ ആകെ ദേഷ്യത്തിൽ അകത്തേക്ക് പോവുകയാണ്. അന്നേരം പിള്ള സത്യാമ്മയെന്നൊക്കെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പൊന്നിയോട് ദേഷ്യപ്പെടുകയാണ്, ഇതും പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് നിന്നോട് ആര് പറഞ്ഞു എന്നുള്ളത്. അന്നേരം ഇതെന്നും പറഞ്ഞ് പൊന്നിയെ ആകെ വിറച്ച് നിൽക്കുകയാണ്. അന്നേരം പോയി നോക്ക് സത്യാമ്മ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പൊന്നിയെ പറഞ്ഞു വിടുന്നുണ്ട്. അന്നേരം എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു എന്നും പറഞ്ഞ് ഫോണും നോക്കി പിള്ള നിൽക്കുന്നുണ്ട്. ഇതേസമയം സ്കൂളിൽ ആ ഒരു മത്സര ഗ്രൗണ്ടാണ് കാണിക്കുന്നത്. അന്നേരം പി ടി സാറാണെങ്കിൽ അനൗൺസൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം പ്രിൻസിപ്പൾ ചോദിക്കുന്നുണ്ട് രക്ഷിതാക്കളുടെ മത്സരമല്ലേ ആദ്യം, അത് കഴിഞ്ഞല്ലേ കുട്ടികളുടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ടീച്ചറെ നമ്മൾ കുട്ടികളുടെ കഴിവൊക്കെ സ്ഥിരമായിട്ട് കാണുന്നതല്ലേ, അപ്പോൾ അവരുടെ രക്ഷകർത്താക്കളും അതിനോടൊപ്പം അവർക്കൊപ്പം നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയണ്ടേ, ഇന്ന് പാരൻസിൻ്റെ ദിവസമാണെന്ന് പറയുമ്പോൾ 5 മണിക്കപ്പുറം പോകാനായിട്ട് പറ്റില്ല, അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് പറഞ്ഞ് പ്രിൻസിപ്പൾ ഇരിക്കുന്നുണ്ട്. അന്നേരം ഈ പി ടി സാറാണെങ്കിൽ അനൗൺസ് ചെയ്യുന്നുണ്ട് ആദ്യത്തെ മത്സരം എന്ന് പറയുന്നത് ബൈക്ക് സ്ലോ റേസിംഗ് ആണ്, നിലത്ത് കാല് കുത്താതെ ഒച്ചഴയുന്നത് പോലെ എഴഞ്ഞു വന്ന് പിന്നെ പോയിന്റിലെത്തണം, പക്ഷേ ആദ്യമല്ല അവസാനം എത്തുന്ന ആളാണ് വിജയി എന്ന് പറയുന്നുണ്ട്. കാല് നിലത്ത് കുത്താതെ ഇങ്ങനെ ബൈക്ക് സ്ലോ റേസ് ചെയ്ത് ഓടിച്ച് എത്തണം, പോയിന്റിലെത്തണം എന്നുള്ളത്, അവസാനം എത്തുന്ന ആൾ വിജയി എന്നുള്ളത്. തുടർന്ന് ഓരോരുത്തരെയായിട്ട് പറയുന്നുണ്ട്, മാളവികയ്ക്ക് വേണ്ടി എത്തുന്നതെന്നും പറഞ്ഞ് അച്ഛൻ്റെ പേര് പറയുമ്പോൾ ബൈക്കിൽ ഇങ്ങനെ പോയിന്റിലേക്ക് വന്ന് നിൽക്കുകയാണ്. ഒരു 3 കുട്ടികളുടെ പേര് പറയുന്നുണ്ട്, അവരുടെയൊക്കെ രക്ഷിതാക്കൾ ഇതേപോലെ വന്ന് നിൽക്കുന്നുണ്ട്. അവസാനം സത്യഭാമയ്ക്കും പത്മിനിക്കും വേണ്ടി അവരുടെ അങ്കിളായ ശിവനാണ്, അങ്കിളായ ശിവൻ എന്ന് പറയുന്നുണ്ട്, അച്ഛനെന്നല്ല അവിടെ അങ്കിൾ എന്നാണ് പറയുന്നത്, ശിവൻ എന്ന് പറയുമ്പോൾ ശിവനും ഇങ്ങനെ ബൈക്കിൽ വന്ന് നിൽക്കുന്നുണ്ട്. അന്നേരം ഈ അനഘ എന്ന് പറയുന്ന കുട്ടി സത്യയോടും പപ്പിയോടും പറയുന്നുണ്ട്, എൻ്റെ അച്ഛനെ ബൈക്ക് റേസിങ്ങിലൊക്കെ പങ്കെടുത്ത് സമ്മാനം വാങ്ങിച്ച ആളാണ്, അച്ഛനിതൊക്കെ ചെറിയതാണെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അങ്കിളെ ബൈക്ക് റേസിങ്ങിലൊന്നും പങ്കെടുത്തില്ല, പക്ഷേ ആൾ പുലിയാണെന്ന് കണ്ടോ എന്ന് പറയുകയാണ്. തുടർന്ന് ആദ്യം ഇവർ 4 പേരും കൂടി ഇങ്ങനെ ഫിസിലൊക്കെ അടിക്കുന്നുണ്ട്. ആദ്യത്തെ ഫിസിലിൽ ബൈക്ക് റെഡിയായി നിൽക്കുക, രണ്ടാമത്തേൽ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുക, മൂന്നാമത്തേൽ പിന്നെ മൂവ് ചെയ്ത് തുടങ്ങുക, അങ്ങനെ പറഞ്ഞ് വിസിലൊക്കെ അടിച്ച് ഓരോരുത്തരായിട്ട് മുന്നോട്ട് വരികയാണ്. അപ്പോൾ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഒരാൾ ഔട്ടാവുന്നുണ്ട്, പിന്നെ 3 പേരാവുന്നുണ്ട്, ശിവനും വേറെ 2 പേരും, അത് കഴിഞ്ഞ് മറ്റൊരാൾ ഔട്ടാവുന്നുണ്ട്, പിന്നെ 2 പേര് തങ്ങളിലാവുകയാണ്. നേരത്തെ ഈ പറഞ്ഞ ഈ അനഘ എന്ന് പറയുന്ന കുട്ടിയുടെ അച്ഛനും ശിവനും ആവുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇയാളും ഔട്ടാവുകയാണ്. അവസാനം ശിവൻ ആ പോയിന്റിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം സത്യയും പപ്പിയും കൂടി ഓടി ചെല്ലുകയാണ്. അന്നേരം പപ്പിയെ എടുത്ത് അങ്ങോട്ട് പിന്നെ ബൈക്കിൻ്റെ മുകളിലേക്ക് വയ്ക്കുന്നുണ്ട്. സത്യ താഴെ നിൽക്കുകയാണ്. 2 പേർക്കും മാറി മാറി ശിവൻ മൊത്തമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്കിളെ ജയിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അന്നേരം ശിവൻ ചോദിക്കുന്നുണ്ട് അതെങ്ങനെ അറിയാം, ഇതൊരു മത്സരമല്ലേ, എന്നാൽ ഞങ്ങളുടെ അങ്കിള് പുലിയല്ലേ എന്ന് പറയുകയാണ്. അന്നേരം അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട് വിജയായിരിക്കുന്നത് സത്യഭാമയുടെയും പത്മിനിയുടെയും അങ്കിളായ ശിവൻ എന്നിങ്ങനെ അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. അന്നേരം ഇനി അടുത്തതിലും വിജയിക്കണം കേട്ടോ എന്നിങ്ങനെ പപ്പി പറയുമ്പോൾ ഇനിയുണ്ടോ മത്സരം എന്നിങ്ങനെ ശിവൻ ചോദിക്കുകയാണ്.
പറയുകയാണ്. എന്നിട്ട് അടുത്തത് അങ്കിളിന് ഇഷ്ടപ്പെട്ടതാണ് ടിഷ്യൂ എന്നിങ്ങനെ പറയുകയാണ്. ഒരു ഷൂട്ടിംഗ് ആണ് പറയുന്നത്. അന്നേരം തുടർന്ന് അതിങ്ങനെ തുടങ്ങുന്നുണ്ട്. ബലൂൺ ഷൂട്ട് ചെയ്യുന്ന ഒരു മത്സരമാണ്. 5 ബലൂൺ അവിടെ പിന്നെ കെട്ടി നിർത്തിയിട്ടുണ്ട്. അതിൽ 3 എണ്ണമാണ് ഷൂട്ട് ചെയ്ത് പൊട്ടിക്കേണ്ടത്. 5 അവസരമുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം ഈ അനഘ ഈ ഡാഡിയോട് പറയുന്നുണ്ട്, ഇതിലെങ്കിലും ജയിക്കണേ, അല്ലെങ്കിൽ എനിക്ക് അവിടെ സത്യഭാമയുടെയും പത്മിനിയുടെയും മുഖത്ത് നോക്കാനേ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ മോള് ധൈര്യമായിട്ടിരിക്കും, ഇതിൽ അച്ഛൻ ജയിക്കുകയും ചെയ്യും. നമ്മുടെ മാവിൽ നിന്ന് എന്തോരം മാങ്ങയാണ് അച്ഛൻ കല്ലെറിഞ്ഞ് വീഴ്ത്തിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അത് മാങ്ങയാണ്, ഇത് ബലൂണാണ്, കൊണ്ടാലേ പൊട്ടുകയുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം മോള് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ആദ്യം ഈ അനഘയുടെ ഡാഡി ഷൈജുവിനാണ് PT സാർ തോക്ക് കൊടുക്കുന്നത്. അതൊന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആദ്യത്തെയും പൊട്ടുന്നില്ല, രണ്ടാമത്തെയും പൊട്ടുന്നില്ല. അങ്ങനെ 5 വെടി വയ്ക്കുമ്പോഴും ഒന്നും പൊട്ടുന്നില്ല. അവരാകെ ഇങ്ങനെ ഈ അനഘയ്ക്ക് ആകെ ദേഷ്യം വന്ന് നിൽക്കുന്നുണ്ട്. അന്നേരം അടുത്തത് സത്യഭാമയ്ക്കും പത്മിനിക്കും വേണ്ടി അങ്കിളായ ശിവനാണെന്ന് പറയുമ്പോൾ സത്യ ചോദിക്കുന്നുണ്ട്, അങ്കിളിന് ഉന്നം ഉണ്ടോ എന്ന്. അന്നേരം ഉന്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ശിവൻ മുണ്ടൊക്കെ അങ്ങോട്ട് മടക്കി കുത്തിയിട്ട് തോക്ക് വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങോട്ട് ഷൂട്ട് ചെയ്യുകയാണ്. അന്നേരം ഈ ഷൈജു അനഘയോട് പറയുന്നുണ്ട്, അതൊന്നും പൊട്ടിക്കാനൊന്നും പറ്റില്ലെന്നേ എന്ന് പറയുകയാണ്. അന്നേരം അവരാകെ സന്തോഷമൊക്കെ നിൽക്കുകയാണ്. പക്ഷേ ഈ ശിവനാണെങ്കിൽ 5 ഷൂട്ടും ചെയ്യുന്നുണ്ട്, 5 ബലൂണും പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം ഈ സത്യയ്ക്കും പപ്പിക്കും ആകെ സന്തോഷമാവുകയാണ്. ഓടിച്ചെന്ന് ശിവനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്നു. ശിവൻ ഈ കുട്ടികളെ എടുത്ത് അങ്ങോട്ട് വട്ടം കറക്കുകയാണ്. അന്നേരം ഈ അനഘയാണെങ്കിൽ ആകെ ദേഷ്യം എന്ന് ഷൈജു അച്ഛനുണ്ടല്ലോ നന്നായിട്ട് കിഴുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് അടുത്തത് ലാസ്റ്റ് ഓട്ട മത്സരമാണ്. അതിലിങ്ങനെ എല്ലാവരുടെയും ഡാഡിമാരിങ്ങനെ തയ്യാറായി നിൽക്കുന്നുണ്ട്. ശിവന് നിൽക്കുകയാണ്. അന്നേരം ഈ അനഘ പറയുന്നുണ്ട്, എൻ്റെ അച്ഛനാണെങ്കിലേ 400 മീറ്റർ ഓട്ട മത്സരത്തിൽ ഫസ്റ്റ് വാങ്ങിയിട്ടുള്ളതാണെന്ന് പറയുമ്പോൾ ശിവനെങ്കിലും പിന്നെ മത്സരിച്ചിട്ടില്ലെങ്കിലും അങ്ങോട്ട് പൊളിക്കുകയൊക്കെ ചെയ്യുമെന്നും പറഞ്ഞ് സത്യയും പപ്പിയും പറയുകയാണ്. തുടർന്ന് ആ ഓട്ട മത്സരവും നടക്കുന്നുണ്ട്. അതിലും ശിവനാണ് പിന്നെ ജയിക്കുന്നതൊക്കെ. അന്നേരം ഈ കുട്ടികളിങ്ങനെ ഓടി ചെല്ലുകയാണ്. ശിവൻ 2 കുട്ടികളെടുത്ത് ഇങ്ങനെ വട്ടം കറക്കുന്നുണ്ട്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയാണ്. ഈ കുട്ടിയാണെങ്കിൽ അമ്മൻ്റെ അനഘയാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ടും പിന്നെ സങ്കടം വന്ന് സഹിക്കാൻ വയ്യ എൻ്റെ അച്ഛനെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്, 3 മത്സരങ്ങളിലും തിളക്കമാർന്ന വിജയം നേടിയിരിക്കുന്നത് സത്യഭാമയുടെയും പത്മിനിയുടെയും അങ്കിളായ ശിവനാണ് എന്നവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അവിടെ ആശ്രമത്തിലേക്ക് സുസ്മിതയെ കാണാനായിട്ട് ഡെയ്സി എത്തുന്നുണ്ട്. അന്നേരം ആ ശാലിനിയാണെങ്കിൽ ശിവന് പിന്നാലെ കൂടിയിരിക്കുകയാണ്. ഞാൻ പല വിവരങ്ങളും അറിയുന്ന സോഷ്യൽ മീഡിയ വഴിയാണ്, എനിക്ക് അവനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പരിഭവങ്ങളും പരാതിയും ഒക്കെ ആയിട്ടാണ് പറയുന്നത് സുസ്മിതയുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അന്നേരം ശിവൻ നിന്നിൽ നിന്നും എത്രത്തോളം അകലുന്നോ അത്രത്തോളം നീ ശിവനിലേക്ക് അടുക്കണം, ശിവൻ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ ചെല്ലണം, ശിവൻ മാത്രമല്ല ശാലിനി അവർക്കൊരു ശല്യമായിട്ട് മാറണം എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ നിൻ്റെ കഴുത്തിൽ അവൻ ിരിക്കുന്ന താലി അതൊക്കെ ഒരു ആയുധമായിട്ട് എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും വെറുതെയാണ്, എന്നെ കാണുന്നതേ അവന് ചതുർത്ഥിയാണ്. പിന്നെ ഈ താലി അതിൻ്റെ മുഖത്തൊന്നും അവനിപ്പോൾ ഇല്ല. പിന്നെ അവൻ്റെ മനസ്സിൽ എപ്പോഴും ആ കളക്ടർ ശാലിനി മാത്രമേ ഉള്ളൂ. പിന്നെ അവളെ ഇല്ലാതാക്കണമെങ്കിൽ മാത്രമേ എനിക്ക് ശിവൻ എന്നിലേക്ക് വരികയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒന്നുകിൽ ശിവൻ എന്നിലേക്ക് വരണം, അല്ലെങ്കിൽ അവസാനമായിട്ട് എൻ്റെ ഒരു ഒടുക്കം അത് മാത്രമേ വഴിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം അങ്ങനെ പേടിച്ചോടാനൊന്നും വരണ്ട, അവനതിലെ അവസാനത്തെ ആയുധം കൂടി നമുക്ക് പ്രയോഗിക്കാമെന്നൊക്കെ സുസ്മിത പറയുന്നുണ്ട്. അന്നേരം എന്ത് പ്രയോഗിച്ചാലും വേണ്ടില്ല, ശിവൻ എന്നിലേക്ക് വരണം, ഇല്ല എന്നുണ്ടെങ്കിൽ അവളുടെ അവസാനമായിരിക്കണം, അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞില്ല ദേഷ്യം കൊണ്ട് ശാലിനിക്ക് നേരെ അങ്ങ് ദേഷ്യത്തോടെ പ്രതികാരത്തോടെ പണ്ടൊക്കെ എന്തൊക്കെയോ പ്രതികാരം ഉണ്ട് എന്ന രീതിക്ക് അങ്ങ് സംസാരിക്കുകയാണ്. അന്നേരം സുസ്മിത ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഇവൾ ആൾ കൊള്ളാമല്ലോ, ഈ ഒരു കഥന മതി എനിക്ക് ആ കുടുംബം മുഴുവൻ നശിപ്പിക്കാനായിട്ട് എന്നിങ്ങനെ കരുതുകയാണ് മനസ്സിൽ. എന്നിട്ട് ഡെയ്സിയോട് പറയുന്നുണ്ട്, അങ്ങനെ എങ്കിൽ ഞാൻ പറയുന്നൊരു കാര്യം നീ കറക്റ്റായിട്ട് ചെയ്താൽ മാത്രം മതി, എങ്കിൽ ശിവനെ നിനക്ക് ഒരിക്കലും നഷ്ടമാകില്ല എന്ന് പറയുമ്പോൾ പിന്നെ വാക്ക് എന്നൊക്കെ ഇങ്ങനെ സുസ്മിത ഡെയ്സി ചോദിക്കുന്നുണ്ട്. അന്നേരം വാക്ക് കൊടുക്കുകയാണ്. നടക്കുന്നത് മാത്രമേ സുസ്മിത പറയാറുള്ളൂ, അതുപോലെ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് എന്തിനും തയ്യാറായിട്ട് ഡെയ്സി നിൽക്കുകയാണ്. തുടർന്ന് സുസ്മിത എന്തോ ഒരു ഐഡിയയോടെ പറയുന്നുണ്ട്, അത് ഡയലോഗ് എന്താണെന്ന് കാണിക്കുന്നില്ല. ഡെയ്സി ഇതിങ്ങനെ കേട്ട് നിൽക്കുകയാണ്. ഇത്രയുമേ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അന്നേരം എപ്പിസോഡ് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്നുള്ള എപ്പിസോഡിലാവണം ഇനി ആ ഒരു ശിവൻ ഇനി കാര്യങ്ങൾ അറിയുന്നതും ഒക്കെ, ഇനി സ്കൂളിൽ പിന്നെ ഫംഗ്ഷന് ട്രോഫി കൊടുക്കാനായിട്ട് ശാലിനി ചെല്ലുന്നതൊക്കെ അതൊക്കെ അടുത്തടുത്ത എപ്പിസോഡിലാണ്. ഇനി ഈ സുസ്മിതയെയും ഡെയ്സിയെ കൊണ്ട് ഇനി എന്ത് ആയുധമാണ് അവിടെ ശാലിനിക്കെതിരെ പ്രയോഗിക്കാൻ പോകുന്നത് എന്നുള്ളതും പിന്നീട് ഇവർ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ആ ഒരു സത്യഭാമയുടെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് വഴിയേ അറിയാം. ഓക്കെ, താങ്ക് യു.